അള്ളാന്റെ മതത്തിന് വെള്ളം ചേർക്കാൻ പാടില്ല, അള്ളാഹുവിനെ പങ്കുകാരെ ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗൻ عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. വിശുദ്ധമായ ഖുർആൻ, അതേ അഖിലാണ്ട മണ്ഡലങ്ങളെയും സൃഷ്ടിച്ച ഖുർആൻ, പർവ്വതങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആൻ, നാം കാണുന്ന സർവചരാചരങ്ങളെയും അഗോചര വസ്തുക്കളെയും സൃഷ്ടിച്ച ഖുർആൻ, അതിന്റെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറയുകയാ, ഈ സൃഷ്ടാവായ സംഹാരകനായ ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, വസ്ത്രം തരുന്ന, വാഹനം തരുന്ന, സൗകര്യം തരുന്ന, നിനക്കെല്ലാം തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അവനെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ. ഉടനെ ഖുർആൻ പറയുകയാ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. ഇല്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നിന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, നിന്റെ സദഖയോ സക്കാത്തോ അല്ലാഹുവിന് വേണ്ട മോനെ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാവിനോടും പിതാവിനോടും നല്ല രൂപത്തിൽ പെരുമാറിക്കൊള്ളണം. ഇല്ലാത്തവന് ഈ മതത്തിൽ സ്ഥാനമില്ല. അതാണ് ഇസ്ലാമിക ആദർശം. ഇത്ര നന്നായി സൗന്ദര്യത്തോടുകൂടി മാതാവിനോടും പിതാവിനോടുമുള്ള കടമയെ ആവിഷ്കരിച്ച് പറഞ്ഞു തന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന് ലോകത്തിന്റെ ഏത് മുഖമൂലയിൽ പോയി അന്വേഷിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല. എന്താണ് ഇസ്ലാം എന്ന് പഠിക്കുന്നത് കൊണ്ടല്ലേ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമത്തിൽ ജനങ്ങൾ കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും എന്റെ ഉമ്മയെയും വാപ്പയെയും എന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് വിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലേക്ക് ഒരു സഹാബി അങ്ങ് കടന്നു വന്നിട്ട്, നബിയേ, ഈ ലോകത്തുള്ള എത്രയോ ആളുകളുണ്ട്, എന്റെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, നബിയെ തങ്ങളുണ്ട്, ഇനി എത്രയോ കൂട്ടുകാരുണ്ട്, ഇവരിൽ ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് നിനക്ക് കടപ്പാട്. വീണ്ടും ചോദിച്ചു, നബിയെ, എനിക്ക് ആരോടാണ് കടപ്പാട്? ഖാല ഉമ്മുക. മൂന്നാമതും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഖാല നിന്റെ ഉമ്മയോടാണ് മോനെ നിനക്ക് കടപ്പാടെന്ന ലോകൈക ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ്. 6ാമത്തെ വയസ്സില് അപവാഹിന്റെ താഴ്വാരത്തിന് പ്രിയപ്പെട്ട ഉമ്മ ആ തിരുമലയിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മുത്ത് ഹബീബിന്റെ മറുപടി സ്വഹാബത്തെന്ന് കേട്ടപ്പോ എന്തുകൊണ്ട് 3 തവണ ഉമ്മയോടെന്ന് പറഞ്ഞത്? കാരണം എന്തെന്നറിയുമോ പ്രിയപ്പെട്ട ഉപ്പ? ഗർഭമസുമന്നത് 10 മാസം അല്ലയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്.
ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സർവർക്കും അഭയോ അവര് തന്നെ പൊന്നേ. ഓ എന്റെ പ്രിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണോ മോനെ, സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണോ മോനെ, എങ്കിലോ നീ ആ സ്വർഗത്തിന്റെ കാൽപാദത്തിന്റെ അടിയിലെ കണ്ടിറങ്ങണോ. എവിടെയാണ് സ്വർഗമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ആ സ്വർഗത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോ ആദ്യമായി സ്വർഗം കണ്ട് നമുക്ക് മരണപ്പെടണമെങ്കിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ പാടില്ല, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. കാരണം 10 മാസം അവരാണ് നമ്മളെ ഗർഭം ചുമന്നത്, അവരാണ് ത്യാഗമനുഭവിച്ചത്. അറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, കല്യാണം കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോ അയലത്തെ വീട്ടിലേക്ക് ചെന്നിട്ട് വിരുന്നിന് പോകുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം പറയട്ടെ കൂട്ടുകാരാ. ആ ഉമ്മ വിരുന്നിന് ചെല്ലുന്ന സമയത്ത് അയലത്തെ വീട്ടിൽ ചോദിക്കും, മോളെ നിനക്ക് വിശേഷമുണ്ടോ? ആ സമയത്ത് ഞാനും നിങ്ങളും എന്റെ ഉമ്മയുടെ വയറ്റിലൂറിയിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ അതേ എന്ന് പറയുന്ന അവസരത്തിൽ എന്റെ ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഈ ലോകത്ത് ഒന്നുമില്ല കൂട്ടുകാരാ. ആ ഉമ്മ എന്നെ 10 മാസം ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഉമ്മ അനുഭവിച്ച വേദന അറിയുമോ? സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഉമ്മ, സാധാരണ പോലെ ജീവിതം നയിച്ച ഉമ്മ, നടന്നിരുന്ന ഉമ്മ, കിടന്നിരുന്ന ഉമ്മ, ആ ഉമ്മയ്ക്കൊക്കെ നടക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കാണുമ്പോ തന്നെ വമച്ച് ചെയ്യുകയാണ്, ഛർദ്ദിക്കുകയാണ്. എത്ര കാലമാണ് എന്റെ ഉമ്മ അങ്ങനെ അനുഭവിച്ചതെന്നറിയുമോ? ആ ഉമ്മയ്ക്ക് എന്നോട് ആ സമയത്തൊന്നും ദേഷ്യമില്ല, എന്നെ കണ്ടിട്ടില്ല, ഞാനാണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാലും എന്റെ ഉമ്മയ്ക്ക് എന്നോട് സ്നേഹമാണ്, എന്നോട് ലാളനയാണ്, എന്നോട് വല്ലാത്ത അനുരാഗമാണ്. ആ ഉമ്മ എന്തുകൊണ്ട് ഓടുന്നില്ല, ചാടുന്നില്ല, അനങ്ങുന്നില്ല? ഞാനാകുന്ന പ്രിയപ്പെട്ട മകൻ എന്റെ ഉമ്മാന്റെ വൈറ്റകത്തുണ്ടല്ലോ, അവന് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കരുതിപ്പോയത് കൊണ്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്റെ ഉമ്മതൊന്നും ചെയ്യാതിരുന്നതും. ആ ഉമ്മയുടെ കാൽപാദത്തിനടിയിലാണ് കൂട്ടുകാരാ സ്വർഗമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാർ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്, അത് മാത്രം നമുക്ക് എത്രയോ സമയം പറയാനുണ്ട്. പറഞ്ഞാൽ തീരുമോ അത്? ആ ത്യാഗത്തിന് അളവെടുക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഈ അനങ്ങാതൊക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ സാധാരണയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് 1-2 മാസമൊക്കെ കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും. പ്രഗ്നന്റ് ആയി എന്ന് മനസ്സിലാക്കിയാൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും, ഇനി ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഇനി ഭർത്താവിനോട് പറയും, പാവപ്പെട്ട ഭർത്താവ് നല്ല സന്തോഷത്തിലായിരിക്കും, ഭർത്താവിനോട് പറയും മോനെ എവിടെ കൊണ്ട് പണിയും ചെയ്യിക്കാൻ പാടില്ല. ഈ പാവപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്നടുത്ത് പറയുമ്പ ഇനി എവിടെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പാടില്ല. സാധാരണ അമ്മായി അമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു 4 മാസം വരെയൊക്കെ ഒന്നും ചെയ്യിപ്പിക്കില്ല. കാരണം 4 മാസത്തിനുള്ളിൽ വല്ലാതെ അനങ്ങുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില അമ്മായിമാര് അതിന് വിപരീതമായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മരുമക്കളെ മകളായി കാണാനുള്ള
മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. കാരണം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംഹിത നിങ്ങൾക്കറിയുമോ? ഇന്നലെ വരെ തൊട്ടാൽ ഒതുമുറിയുമായിരുന്ന ഒരു പെണ്ണ ഇന്ന് സ്വന്തം മകളാവുകയാണ്. ഭർത്താവിന്റെ വാപ്പ ആ മകന്റെ ഭാര്യയെ തൊട്ടാൽ, മരുമകളെ തൊട്ടാൽ വുദൂ മുറിയുകയില്ല എന്നാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പെണ്ണിനെ വിവാഹം കഴിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ച് മരുമകന് ഭാര്യയുടെ ഉമ്മയെ തൊട്ടാലും അത് മുറിയുകയില്ല. അപ്പൊ ഇസ്ലാം തത്വത്തിൽ പറഞ്ഞാൽ മരുമകളെന്ന ചിന്താഗതി ഇസ്ലാമിനില്ല. മകളെന്ന ചിന്താഗതിയാണുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരുമകളെന്ന കൺസെപ്റ്റ് പറഞ്ഞിട്ട് ഗാർഹിക പീഡനം, അവര് തൊട്ടാല് കുറ്റം, എടുത്താല് കുറ്റം, എടുത്തില്ലേല് കുറ്റം, അരച്ചാല് കുറ്റം, അരച്ചില്ലേല് കുറ്റം, ഉപ്പിട്ടാല് കുറ്റം, ഉപ്പിട്ടില്ലേല് കുറ്റം, നാത്തുമാര് വന്നാല് കുറ്റം, വന്നില്ലേല് കുറ്റം, നാത്തുമ്പോരുവരും വന്നു നിന്ന് പോകുന്നവരൊക്കെ പ്രശ്നമുണ്ടാക്കി ആ ചെറിയ പെൺകുട്ടിയുടെ വെക്കിട്ട് കയറാൻ നമ്മൾ പോകണ്ട. ഇപ്പൊ അങ്ങനെ വെക്കിട്ടേറാനൊന്നും പറ്റൂല. ഇപ്പോഴുള്ള ചെറുപ്പക്കാരികളൊക്കെ ബ്ലാക്ക് ലിസ്റ്റാണ്. ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ നാട്ടില് ഒരു പെൺകുട്ടി വീട്ടില് പയറ് പുഴുങ്ങി, പയറല്ല ചെറുപയർ പുഴുങ്ങി, ചെറുപയർ പുഴുങ്ങിയിട്ട് കൊണ്ടുപോയി അമ്മായിയുടെ മുമ്പിൽ വെച്ചു. അപ്പൊ അമ്മായി പറഞ്ഞ് ഇതിന് ഉപ്പില്ല, നിന്നെ ആരെ ഇതൊക്കെ പഠിപ്പിച്ചെന്ന്. ആരെങ്കിലൊക്കെ ആയിട്ട് പഠിപ്പിച്ച ആരെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളെ തിന്നത്തില്ല. നേരെ പിടിച്ച് കഴുത്തിന് പിടിച്ച് നേരെ വെച്ച് ഒറ്റ കീറും. ഈ ഒരവസ്ഥയിൽ ഇന്നത്തെ ചെറുപ്പക്കാരികളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മായിയമ്മമാരൊക്കെ കുറെ ഒതുങ്ങിയിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെ ചിട്ടയോടുകൂടി അമ്മായിയമ്മമാർ കുറെയൊക്കെ പണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നത് കൊണ്ട് വേലി ചാടിപ്പോയില്ല. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ 2768 പെൺകുട്ടികളാണ് ചാടിപ്പോയ കഴിഞ്ഞ ഒരു കൊല്ലത്തെ 2015 കണക്കോ 2628 പെൺകുട്ടികൾ ചാടിപ്പോയിട്ടുണ്ട്. എന്തേ കാരണം? ഒന്നുകിൽ വേറൊരാളുമായിട്ട് കമ്പനിയാകാം. അതല്ല, അവിടുത്തെ കണക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ 1000-ഓളം വരുന്നത് 1-2 മക്കളുള്ള തള്ളമാരാ ചാടിപ്പോയിരിക്കുന്നത്. 1000-ഓളം വരുന്നവർ ചാടിപ്പോയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പേടിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാം, എന്റെ ഭാര്യയും പോകാം, എന്റെ പെങ്ങളും പോകാം. നമ്മുടെ ചിന്താഗതി എപ്പോഴും ഒരു മുഴം മുന്നേ നിൽക്കണം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പെണ്ണിനെ മാന്യമായി സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത്. ഏതായാലും ഈ ചെറുപ്പക്കാരൻ ആശുപത്രിയിലേക്ക് ചെന്ന് പറഞ്ഞാൽ തിരിച്ചു വീട്ടിൽ വന്നിട്ട് ഒരു പണിയും ചെയ്യിക്കില്ല. അങ്ങനെ ഒരു 10 മാസം കഴിയുമ്പോഴേക്കോ നേരെ കൊണ്ടുപോയി ബ്ലേഡ് കൊണ്ട് കീറേണ്ട ഗതികേട് വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോ ഈ പെണ്ണ് കിട്ടിയ അവസരമല്ല മുഴുവൻ മുതലാക്കും. ഈ ചെറുപ്പക്കാരൻ ഇന്നലെ വരെ അവൻ തുണി കഴിയിട്ടുണ്ടാവില്ല, വീട്ടിലൊരു പണി അവൻ ചെയ്തിട്ടുണ്ടാവില്ല, മുറ്റടിക്കുന്നത് ഉൾപ്പെടെ അവൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരും. രാത്രി കിടന്നു പോകുമ്പോ എനിക്ക് എഴുന്നേക്കണം. അവൻ ഇങ്ങനെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ ദോശ ഇങ്ങനെ എടുക്കുന്നത് പോലെ, ചട്ടം കൊണ്ട് എടുക്കുന്ന പോലെ അവളിങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് കാലിൽ പിടിപ്പിച്ചിരുത്തി മൂത്രമൊഴിപ്പിക്കേണ്ട ഗതികേടിലേക്കൊന്ന് പെണ്ണ് ഗർഭിണിയായി പോയി കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക്, ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് പോണ്ടേ. അപ്പൊ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, എന്റെ ഉമ്മ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ഉമ്മമാക്ക് അവർ വെള്ളം കോരിയിരുന്നവരാ, അവരകല്ലിൽ അരച്ചുകൊണ്ടിരുന്നവരാ. അതുപോലെ തന്നെ ജോലികൾ മുഴുവനും എല്ലാത്തിനും ഉപകരണമുള്ള കാലമായിരുന്നു. അവർ സ്വന്തം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സുഖപ്രസവം എന്ന അസുഖപ്രസവജ്ഞവരാ. അവരിങ്ങനെ 10 മാസം ഞാൻ അനങ്ങുന്നുണ്ടോ, ഞാൻ വളരുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നുകൊണ്ട് എന്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഞാൻ അറിഞ്ഞപ്പോ എന്റെ ഉമ്മ അതെല്ലാം സഹിച്ചവരല്ലേ. ആ ഉമ്മയെ വേദനിപ്പിച്ചാൽ, ആ ഉമ്മയെ ദ്രോഹിച്ചാൽ മോനെ നിന്റെ അവസാനം മോശമാണ്. 10 മാസം അങ്ങ് കഴിഞ്ഞിട്ട് എന്റെ ഉമ്മയെന്ന് പ്രസവിക്കാൻ നേരത്ത് അനുഭവിച്ച വേദനയുണ്ടല്ലോ, ഈ വേദനയ്ക്ക് പകരം വെച്ചാൽ ഈ ദുനിയാവിലൊന്നുമില്ല.
നിങ്ങൾക്കറിയുമോ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരു മാതാവ് കുഞ്ഞിനെ പ്രസവിക്കുമ്പോ 52 ഡെല്ല് വേദനയാണ് മാതാവ് അനുഭവിക്കുന്ന വേദനയുടെ കണക്ക് ശാസ്ത്രം പറയുന്നുവെങ്കിലോ 52 ഡെല്ല് ഒരേ സമയത്ത് ഉമ്മാനെ മലർത്തിക്കിടത്തിയിട്ട് 300 വെട്ടുകൾ വെട്ടുന്ന വേദനയാണ് 52 ഡെല്ല് വേദന. 20 എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയാണ് 52 ഡെല്ല് വേദന. സാധാരണ ഒരു മനുഷ്യൻ അപകടം പറ്റിയിട്ട് കൈകാലുകൾ ഒടിഞ്ഞു പോയിട്ട് ശരീരത്തിന് ക്ഷതം പറ്റിയിട്ട് വേദന കൂടുമ്പോ 46 ഡെല്ല് വേദന അങ്ങ് എത്തിയാൽ അവന്റെ സ്വയബോധം നഷ്ടപ്പെട്ടു പോകുമെന്ന് ശാസ്ത്രം പറയുമ്പോ 52 ഡെല്ല് വേദന അനുഭവിച്ചിട്ടും എന്റെ ഉമ്മയുടെ ബോധം പോയിട്ടില്ല. എന്റെ ഉമ്മയ്ക്ക് യാതൊരു വിഷമവുമില്ല. ഉറക്കെ എന്റെ ഉമ്മ കരഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. ഇന്ത്യയുടെ മണ്ണും മനസ്സും കവർന്ന അതേ എപ്പീജ പറഞ്ഞതുപോലെ ഞാൻ കരഞ്ഞ ദിവസം എന്റെ ഉമ്മ ചിരിച്ച ദിവസം അതാണ് എന്റെ ജന്മദിനം. ആ ദിവസത്തിൽ 52 ഡെല്ല് വേദന എന്റെ ഉമ്മ സഹിച്ചെന്നെ പ്രസവിക്കുമ്പോൾ എന്റെ ഉമ്മ കരഞ്ഞോ? എന്റെ ഉമ്മ കരഞ്ഞില്ല. എന്റെ ഉമ്മ എന്നെ വെറുത്തില്ല. എന്റെ ഉമ്മ എന്നോട് ദേഷ്യമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത് പറഞ്ഞു ഖാല ഉമ്മക എന്നോട് എന്ത് സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന്. ആ മാതാവിന്റെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗം. അത് കിട്ടണോ? അവരെ വിഷമിപ്പിക്കരുത് കൂട്ടുകാരാ. മൂന്നാമത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മയോടാണ് നിനക്ക് കടമയെന്ന് പറയാൻ കാരണം. നാലാമത് ഉപ്പയോടാണെന്നാണ് പറഞ്ഞത്. നാലാമത് ചോദിച്ചപ്പോൾ നിന്റെ ഉപ്പയോടാണ് നിനക്ക് കടപ്പാടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. മൂന്നാമത് പാലുമ കൊടുത്ത് വളർത്തലും അവളാണ്. മോനെ മരണവേദനയെക്കാൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന സഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തേക്ക് എന്നെ പ്രസവിച്ചപ്പോ അഴല് പൊഴിയും വേദനയാൽ പെറ്റ പൊന്നും നിഴല് പോലെന്ന് ആദ്യ കാലമീ പോറ്റി പൊന്നും തനിവിളയാൽ വീർപ്പ് മൂട്ടും കാലമെന്തും കരുണതിങ്ങും കരവുമായി തെങ്ങിടും അലിഫ് ചൊല്ലി അദബ് ചൊല്ലി കൈപിടിച്ചുമ്മ അറിവ് തന്നോ അദബ് തന്നോ എന്റെ പൊന്നുമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എല്ലാം സഹിച്ച് പ്രസവിച്ചതിന് ശേഷം 2 വയസ്സുകാലത്തോളം എനിക്ക് പാല് തന്നതറിയുമോ? വയറ്റിൽ കിടക്കുന്ന സമയത്തും എന്റെ പൊന്നുമ്മ എനിക്ക് ഭക്ഷണം തന്നത് അറിയുമോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് എനിക്കും നിങ്ങൾക്കും മാതാപിതാക്കളുണ്ടല്ലോ. ആ വിഷയത്തിൽ സംശയമില്ല. ഞാനും നിങ്ങളും വയറ്റിൽ കിടന്നപ്പോൾ ഉമ്മ എനിക്ക് എവിടെ വെച്ചാണ് ഭക്ഷണം തന്നത്? കുടൽമാലയിലൂടെയല്ലേ? അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലും മോനെ നീ മരിക്കുന്നത് വരെ ആ അടയാളം മായുമോ? അതിലൂടെ നിനക്ക് ഭക്ഷണം തന്ന ഉമ്മ. ആ ഉമ്മ എങ്ങനെയാണ് നമുക്ക് വെറുക്കാൻ കഴിയുന്നത്? ആ ഉമ്മ എങ്ങനെയാണ് നമുക്ക് പുറങ്കാല് കൊണ്ട് തട്ടാൻ കഴിയുന്നത്? ഓ എന്റെ പ്രിയപ്പെട്ടവരെ,
പിന്നീട് എന്റെ ഉമ്മ എനിക്ക് പാല് തന്നില്ലേ? ഉമ്മയുടെ അമൃതകുംഭം എന്റെ വായിലേക്ക് വെച്ചിട്ട് ഉമ്മയുടെ കിടക്കയിൽ നിന്ന് ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഉണർത്താതെ വളരെ സാവധാനം എഴുന്നേറ്റ് പോകുന്ന രംഗം എത്ര സുന്ദരമാണ്. അതോർത്താൽ ഇന്ന് കേരളത്തിൽ കോണുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അതേ ഓൾഡേജ് ഹോമുകൾ ഈ ചെറുപ്പക്കാരി തോർത്തിരുന്നതെങ്കിലും ചെറുപ്പക്കാരികളെ തോർത്തിരുന്നതെങ്കിലും ഈ ഓൾഡേജ് ഹോമുകൾ ഇവിടെ ഉണ്ടാകുമോ? അടൂരിലുള്ള ഒരു ഓൾഡേജ് ഹോമിലേക്ക് ഞങ്ങൾ ചെന്നപ്പോ ആ സ്ഥാപനത്തിന്റെ ആ വൃദ്ധസദനത്തിന്റെ മുറ്റമാകെ വെടിപ്പാക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. താഴെ നല്ല സൗന്ദര്യമുള്ള ചൈവാകിയിരിക്കുന്നു. ഞങ്ങളതിന്റെ ഉള്ളിലേക്ക് കയറിച്ചപ്പോ അതിന്റെ അധികാരികളെ കണ്ട് സംസാരിച്ചു. അവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോ വളരെ രസകരമായ വളരെ ബ്യൂട്ടിഫുള്ളായ ആ സ്ഥാപനത്തിൽ ഒരു ചെറിയ പൊട്ടും പൊടിയുമില്ലാത്ത ആ സ്ഥാപനത്തിൽ ഞങ്ങളവരോട് സംസാരിച്ചപ്പോൾ അവിടെയുള്ള അമ്മമാര് 19 ആളുകളാണുള്ളതോ. അവരെ മുഴുവനും പ്രായത്തിന്റെയും അസുഖത്തിന്റെയും ചോദനുസരിച്ച് കാറ്റഗറി തിരിച്ചും അടിക്കടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതിൽ പലരുടെയും മക്കള് എഞ്ചിനീയേഴ്സാണ്, ഡോക്ടേഴ്സാണോ, പലരും വലിയ വിദ്യാഭ്യാസമുള്ളവരാണോ, അതേ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നവരാ. പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അവന് വേണ്ടി വിശപ്പനുഭവിച്ച ഉമ്മ, അവന് വേണ്ടി വേദന സഹിച്ച ഉമ്മ, അവനെ പ്രസവിച്ച മരണവേദനയ്ക്ക് തുല്യവേദന സഹിച്ച് പ്രസവിച്ച ഉമ്മ അതാ ആ ഓൾഡേജ് ഹോമിന്റെ മൂലയിൽ കിടക്കുമ്പോ ഞങ്ങളങ്ങട്ട് കയറിച്ചെന്നോ. ഒരു പ്രായമുള്ള അമ്മ ചാടി എഴുന്നേറ്റ് ഞങ്ങളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മോനെ എന്ന് വിളിച്ചപ്പോ കൂടെയുള്ള സിസ്റ്റർമാര് ഞങ്ങളോട് പറഞ്ഞു അവരിങ്ങനെയാണ്, ആര് വന്നാലും എന്റെ മകനാണോ എന്ന് കരുതിയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് പൂർവ്വങ്ങൾ കൊടുക്കുന്ന സ്വഭാവമാ. ഇവിടെ സന്തോഷമാണോ? അവർ ഞങ്ങളോട് പറഞ്ഞു മക്കളെ സന്തോഷമാണോ? എന്റെ മക്കളല്ലേ എന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളവരോട് പറഞ്ഞു നിങ്ങളെ വയറ്റിൽ പിറന്ന മക്കളല്ല നിങ്ങളെ പാല് കുടിച്ച മക്കളല്ല. പക്ഷേ നിങ്ങളുടെ മക്കള് തന്നെ നിങ്ങളെ സന്തോഷമറിയാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ കണ്ണുനീരോടെ അവര് ഞങ്ങളെ ചുടുരും പരം വെച്ചപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞ് സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ലഭിക്കുന്നുണ്ട്, സമയത്ത് ഞങ്ങൾക്ക് മരുന്ന് ലഭിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഞങ്ങൾ മരുന്ന് കുടിക്കുന്നില്ലെന്ന് നിർബന്ധം പറഞ്ഞാലും ഈ മാലാകമാര് ഞങ്ങൾക്കത് തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മമാര് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ തരുമ്പോ അവര് ചുമന്നുകൊണ്ട് നടന്ന മക്കളെവിടെയാണറിയില്ല, അവര് പാല് കൊടുത്ത മക്കളെവിടെയാണറിയില്ല. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ആ ഉമ്മയോട് പെരുമാറേണ്ട ഇസ്ലാമിന്റെ ആദർശമറിയുമോ? അവരോട് ഒരു എന്ന് പറഞ്ഞു പോകരുത്. നീ വലിയ ബിസിനസിന്റെ സാമ്രാജ്യ ഉടമയായിരിക്കാം, നീ വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളായിരിക്കാം, നീ വലിയ സാമൂഹിക രാജാവായിരിക്കാം, പള്ളി കമ്മിറ്റിയിലെ മെമ്പറായിരിക്കാം, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളവരായിരിക്കാം, നീ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയായിരിക്കാം. അതേ
നിന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിന്ന് തലയോട്ടടിക്കുന്ന കീഴാളന്മാരുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ മാതാവിന്റെ മുന്നില് ഒക്കിനെ ഒരു ചെയ്യുമ്പോ പറയരുത്. നിന്റെ വീട്ടിലിരുന്ന് നിന്റെ ബിസിനസ് ചർച്ച ചെയ്യുമ്പോ, നിന്റെ കൂട്ടുകാരടിച്ച് പൊളിക്കാൻ വരുമ്പോ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഗഹനമായ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിന്റെ ഉമ്മ വന്നിട്ട് എന്താണ് മോനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഇല്ലെങ്കിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടടാന്ന് പറയുമ്പോ, പിന്നെ വരാമെന്ന് പറഞ്ഞു മടക്കേക്കും. കുറച്ചു നേരം ഉമ്മ പോയി അകത്തിരുന്ന് വീണ്ടും തിരിച്ചു വരുമ്പോ, മോനെ ചോറ് കഴിച്ചിട്ട് പോരെ എന്ന് ചോദിക്കുമ്പോ, തള്ളേ അകത്ത് പോകൂന്ന് ആ ഉമ്മയോട് പറഞ്ഞു പോയാൽ നിന്റെ സ്വർഗം വീണുടഞ്ഞു കൂട്ടുകാരാ, നിന്റെ സ്വർഗത്തിന്റെ മടഞ്ഞു പോയി കൂട്ടുകാരാ. ആ ഉമ്മയോടങ്ങനെ പറയല്ലെന്ന് മായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ എത്ര സുന്ദരമായ ആദർശമാണിത്, എത്ര സുന്ദരമായ മതമാണിത്. ഇതിൽ നിന്നെവിടേക്കാണ് നമ്മൾ ഓടിപ്പോകുന്നത്? ആ അമ്മയോടങ്ങനെ പറഞ്ഞു പോകല്ല കൂട്ടുകാരാ. ഉമ്മയോടങ്ങനെ പറയാൻ പാടില്ല. ആ ഉമ്മ എനിക്ക് താങ്ങും തണലുമായിരുന്നോ ചെറുപ്പത്തിന്റെ ചെറുതുരുപ്പില് ഞാൻ വളരെ ചെറിയ മകനായിരുന്ന കാലത്താ. അതാ റോഡിലൂടെ ഒരു വണ്ടി പോകുമ്പോ ഉമ്മയോട് അതെന്താണെന്ന് ചോദിച്ചപ്പോ, മോനെ അത് ഓട്ടറിക്കുകയാണെന്നുമ്പ ഒന്ന് പറഞ്ഞു. വീണ്ടും നീ ചോദിച്ചപ്പോ വീണ്ടും പറഞ്ഞു. മൂന്നാമതും ചോദിച്ചപ്പോ ഉമ്മ മൂന്നാമത് പറഞ്ഞു. നീ എത്ര 1000 തവണ ചോദിച്ചാലും നിന്റെ കാരുണ്യമതിയായ ഉമ്മയുണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞു തന്നില്ല മോനെ. ഇപ്പൊ രണ്ടാമതൊന്നും ഉമ്മ ചോദിക്കുമ്പോ നിന്റെ മുഖം കറുത്തു പോയാൽ, നിന്റെ സംസാരത്തിൽ കറക്കച്ചം വന്നു പോയാൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ സ്വർഗം വീണുടഞ്ഞു പോകും. അതുകൊണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിലോ മോനെ നിന്റെ അവസാനം മോശമായി പോകുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇത്ര സുന്ദരമായ ഒരു മതത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും. നിങ്ങൾക്കറിയുമോ ഈ വിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതാപിതാക്കളെ നമുക്ക് പരിചയപ്പെടുത്തിയപ്പോ അവർക്ക് നല്ല അനുകൂലമായി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ നന്നായി നോക്കിയാൽ അല്ലാഹു ഒരുപാട് പ്രതിഫലം എനിക്കും നിങ്ങൾക്കും തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അറിയുമോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടുന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ സ്വർഗത്തിൽ ആരാണ് എന്റെ കൂട്ടുകാരൻ, ആരാണ് എന്റെ കൂട്ടുകാരൻ? എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. ആരാണ് എന്റെ കൂട്ടുകാരൻ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു പറയുന്നു മൂസാ നബിയോട്, നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങൾക്ക് അനുവദിച്ചിറങ്ങാം, നിങ്ങളൊന്ന് കണ്ടുവോ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാം നാടിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. എവിടെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ? മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങിയപ്പോ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നു, കാണുന്നില്ല. അവസാനം വൈകുന്നേരമായപ്പോ മൂസാ നബി അലൈഹിസ്സലാം കുഴഞ്ഞിട്ട് ഒരു കടച്ചിണ്ണയുടെ സൈഡിൽ എങ്ങനെ ഇരിക്കുമ്പോ ആ കടയില് ഇറച്ചി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ആരാണ് നിങ്ങള്, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം വിഷയം വ്യക്തമാക്കാതെ, ഞാനൊരു ചെറുപ്പക്കാരനാണ്, അതെ ഞാനൊരാളെ അന്വേഷിച്ചിറങ്ങി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കലീമുല്ലാഹ്
മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, മൂസാ നബിയോട് അയാൾ പറഞ്ഞു, എന്റെ വീട്ടില് നിങ്ങൾ വന്ന് അതിഥിയാകുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് സന്തോഷം. വീട്ടിലേക്ക് ചെന്നപ്പോ അയാൾ കടയിൽ നിന്ന് കൊണ്ടുപോയ ഇറച്ചി പാകം ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കൊണ്ടുവച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ അതാ ഒരു റൂമിൽ കിടക്കുന്ന ഒരു പടുവിഴവിയെ കാണുമ്പോ ആ പടുവിഴവിയായ അയാളുടെ ഉമ്മയെ അയാളെ സ്വന്തം കൈകൊണ്ട് ആ കിടത്തത്തിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഉമ്മയെ അയാളെ കൈകൾ കൊണ്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കുകയാ. മൂസാ നബി രംഗം കാണുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ട് അയാള് എല്ലാ സേവനവും ചെയ്ത് അകത്തുപോയി ഭക്ഷണമുണ്ടാക്കി തിരിച്ചു വന്നു. ആ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ അയാളുടെ വായിൽ വെച്ച് ചവച്ചരച്ച പത്തിരിയും ഇറച്ചിക്കറിയും ആ ഉമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ ഉമ്മയെ പരിചരിക്കുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ആ ഉമ്മ ചെറുതായി നുണഞ്ഞിറങ്ങുകയാണ്. അവസാനം മതിമോനെ എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഉമ്മയെ മെല്ലെ കിടത്തിയിട്ട് അകത്തേക്ക് പോയ നേരം ആ ഉമ്മയുടെ ചുണ്ടുകൾ അനങ്ങിയ നേരം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചെവി ആ ഉമ്മയുടെ ചുണ്ടിനെ കടുപ്പിച്ച് നോക്കുമ്പോ ആ ഉമ്മ പറയുന്നു, എന്ത് നല്ല മകനാണ് എന്റെ മകന്, അവനിക്ക് വേണമെങ്കിലും നല്ലൊരു വിവാഹം കഴിച്ചെന്നെ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ സൗന്ദര്യമുള്ള ബോഡി ഫിറ്റുള്ള ജോലിയുള്ള സർവാടിത്തമുള്ള തന്റേടമുള്ള ആണത്തമുള്ള എന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, എനിക്ക് വേണ്ടി ജീവിക്കുകയാണല്ലോ റബ്ബേ, അവനിക്ക് നീ മൂസാ നബിയോടൊപ്പം സ്വർഗത്തിന് കൂട്ടുകാരനാക്കണമെന്ന് ആ ഉമ്മയങ്ങൾ പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഈ സമയത്ത് ആ ചെറുപ്പക്കാരൻ തിരിച്ചോർന്നപ്പോ മൂസാ നബി പറഞ്ഞു, മോനെ ഞാനിവിടെ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്, ആളെ എനിക്ക് കിട്ടിപ്പോയി. ആ ചെറുപ്പക്കാരനോട് വിഷയം പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന് ധാർമ്മികത്വത്തില് ആ ഉമ്മയെ പ്രവണക്ക് തിരിച്ചു വരുമ്പോ അള്ള പറയുകയാ, പ്രിയപ്പെട്ട മാതാവിന് സേവനം ചെയ്തതുകൊണ്ട് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണിത്. അതുകൊണ്ട് മൂസാ നബിയെ അയാളാണ് തങ്ങളെ സ്വർഗത്തിലെ